എന്താ യമുനാമ്മയെ വിളിച്ചത്? സെക്യൂരിറ്റിയോട് പറയാതെ എനിക്ക് അങ്ങോട്ടും പോകാൻ പാടില്ലല്ലോ. ഞാനൊരു യാത്ര പോവാ. ശരി, എന്നാ പെക്കളെ. നമ്മൾ ഒരുമിച്ചല്ല, ഞാൻ മാത്രം പോകുന്നേ. യമുനാമ്മയുടെ മുന്നും പിന്നും നടക്കണമെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. അങ്ങനെ നടക്കാതിരിക്കാനാ ഞാൻ തനിക്ക് കാശ് തരുന്നത്. ശരി, വെക്കുള്ളൂ. പക്ഷെ പോകുന്ന സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോകണം. എപ്പോഴാ ഡാനിയൽ സാർ വിളിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. ഡാനിയൽ സാർ വിളിച്ചാ കുറച്ച് ദൂരേക്കാന്ന് പറഞ്ഞാ മതി. പ്ലീസ് യമുനാമ്മ, അറിയാലോ, ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും ഡാനിയൽ സാർ ഫോൺ ചെയ്യാറുണ്ട്. അതാ എന്റെ ഭയം. ഭാര്യയുടെ കാര്യത്തില് ജിജ്ഞാസയുള്ള ഭർത്താവ് അല്ലേ? എന്നാ പോകുന്ന സ്ഥലം പറഞ്ഞേക്കാം. അന്നാമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക്. അന്നാമ്മ ചേച്ചി എന്ന് പറയുമ്പോ? അന്നാമ്മ ചേച്ചി എന്ന് പറയുമ്പോ അന്നാമ്മ ചേച്ചി, അത്ര തന്നെ. അതല്ലേ യമുനാമ്മേ, ഈ അന്നാമ്മ ചേച്ചി? ബുദ്ധിമുട്ടണ്ട, ഡാനിയൽ സാറിന്റെ ഭാര്യ. ഇപ്പൊ ക്ലിയർ ആയല്ലോ. കർത്താവേ, എന്തു പറ്റി? അത് അപകടമായ യമുനാമ്മേ. ഡാനിയൽ സാർ എങ്ങാനും അറിഞ്ഞാൽ വച്ചേക്കില്ല. ആരെ? എന്നെയോ? അല്ല, എന്നെ. ഞാൻ എന്തിന് യമുനാമ്മ അങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് ചോദിച്ച് എന്റെ കഴുത്തിന് പിടിക്കും. അതിന് പാലക്കിലേട്ടൻ എന്നെ പറഞ്ഞു വിടുകയല്ലോ, ഞാൻ തനിച്ചു പോവല്ലേ. എന്നാലും എന്റെ കാര്യം പോക്ക. ഇല്ല യമുനാമ്മേ, ഞാൻ സമ്മതിക്കില്ല. ഓർഡറാണോ? അല്ല, യാചനയാണ്. ദേവി ഇത് അങ്ങോട്ട് പോരുത് യമുനാമ്മേ, എന്റെ തല പോകുന്ന കാര്യമാണ്. പോകാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യില്ല, വേഗം എത്താം. അതിനിടയിൽ സാർ വിളിക്കും, ഉറപ്പാ. വിളിച്ചാ ഞാൻ ഷോപ്പിങ്ങിന് പോയിന്ന് പറഞ്ഞാ മതി. അന്നാമ്മ ചേച്ചിയുടെ വീട്ടിൽ ഷോപ്പിങ്ങോ? ഡാനിയൽ സാർ അത് വിശ്വസിക്കില്ല യമുനാമ്മേ. ഇങ്ങനെ ഒരു ഫൂൾ കൂടുതൽ ആലോചിച്ച് പ്രയാസപ്പെടുവൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ മാതിരി അങ്ങ് റിപ്പോർട്ട് ചെയ്താൽ മതി. യമുനാമ്മേ, അത് അപകടമായ യമുനാമ്മേ. ഇനി അപകടം ഇല്ലല്ലോ. വേറൊന്നും കൊണ്ടല്ലേ യമുനാമ്മേ, ഡാനിയൽ സാറിന് അത്ര വെറുപ്പാ ഭാര്യയോട്, അതാ. അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങോട്ട് പോകുന്നതും. ആ കാശ് ഇങ്ങനെ പ്രദർശിപ്പിച്ച് നിൽക്കണ്ട, പോക്കറ്റിൽ വയ്ക്ക. അപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചോ? പേടിയുണ്ടാ യമുനാമ്മ ചോദിക്കുന്നത്? പാലക്കിലേട്ടൻ വിഷമിക്കണ്ട. ഡാനിയൽ സാർ എന്തായാലും ടൂറിലാ, തിരിച്ചു വരാൻ ദിവസങ്ങളെടുക്കും. സമയം വൈകി വന്നിട്ട് ഷൂട്ടിന് ജോയിൻ ചെയ്യേണ്ടതാ. ആലീസേ, ആരാ നോക്ക്. യമുന മോള അന്നമ്മ ചേർത്തി, വരൂ. ഇരിക്ക്. എന്താ മോളെ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്റെ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെ അടുത്താ ചേച്ചി. അതുകൊണ്ട് ഇടയ്ക്കിടെ എനിക്കിനി ഇവിടെ വരാം. ഡാനിയല് മോൾക്കൊപ്പം ഇല്ലേ? ഇല്ല, ഡാനിയൽ സാർ ഒരു ടൂറിലാ. അടുത്ത ആഴ്ച വരൂ. അത്രയും ദിവസം സൗകര്യമുണ്ടല്ലേ? ഷൂട്ടിംഗ് അടുത്താണെന്നല്ലേ പറഞ്ഞത്? എന്നാ ഇന്നൊരു ദിവസം മോൾക്ക് ഇവിടെ താമസിച്ചുകൂടെ? അയ്യോ, അത് പറ്റില്ല ചേച്ചി. രാത്രിയിൽ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുക. മാത്രമല്ല, ഇങ്ങനെയൊരു വരവ് പരസ്യമാക്കാതിരിക്കുന്നതാണ് ബുദ്ധി. എങ്ങാനും ഡാനിയൽ സാർ അറിഞ്ഞാലുള്ള അവസ്ഥ. ജീവൻ പണയപ്പെടുത്തിയുള്ള ഒരു കളിയും വേണ്ട മോളെ. മൃഗമായ ആള് എന്ന് കരുതി എനിക്കിവിടെ വരാതിരിക്കാനൊന്നും പറ്റില്ല. മൃഗത്തിന് മൃഗത്തിന്റെ വഴി, മനുഷ്യന് മനുഷ്യന്റെ വഴി. ഇവിടെ എപ്പോഴും പറയും യമുനമോളുടെ കാര്യം.
ഇതുപോലൊരു മോളെ ദൈവം തന്നില്ലല്ലോ എന്ന്. അതിനെന്താ, ദൈവം ഇപ്പൊ തന്നില്ലേ? എനിക്കാണെങ്കി അച്ഛനും അമ്മയൊന്നുമില്ല. അതറിഞ്ഞ ദൈവം ദാ ഒരമ്മ എനിക്ക് തന്നിരിക്കുന്നു. സമാസമം, രണ്ടാളും സാറ്റിസ്ഫൈഡ്. ജീവിതമാകെ ഇരുട്ടടഞ്ഞു മരണം കാത്തിരിക്കുമ്പോൾ ഒരാശ്വാസത്തിനായി ആരെയെങ്കിലും കൊണ്ടുതരും കർത്താവ്. അങ്ങനെയാ നീ എന്റെ മുന്നിലെത്തിയത്. എന്റെ ഭർത്താവ് എന്നോട് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈശ്വരൻ അയാളെ കൊണ്ടൊരു നന്മ ചെയ്യിപ്പിച്ചു. ഈ നന്മ അതില് മാത്രം ഡാനിയലിനോട് എനിക്ക് നന്ദിയുണ്ട്. അന്നാ വിശാല് വന്നപ്പോ ഞാൻ അവനോട് പറഞ്ഞിരുന്നു, മോളെ ഡാനിയലിന്റെ കൈപ്പിടിയിൽ നിന്ന് രക്ഷിക്കണമെന്ന്. രക്ഷിക്കാമെന്ന് അവനെനിക്ക് വാക്കും തന്നിട്ടുണ്ട്. ഒരവസരം ഒത്തുകിട്ടിയ രക്ഷപ്പെട്ടേക്കണം മോളെ. ആലിസ് ചേച്ചിയുടെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ. കറികൾ നന്നാവണമെങ്കിൽ കൈപുണ്യം വേണം. അത് ഇവൾക്ക് നന്നായുണ്ട്. മീൻകറി വെക്കാൻ ബഹുമിടിക്കുക. ഒരു കാറ് വന്നു ആലിസേ, നോക്കിയേ. ലൊക്കേഷൻ ഇന്നെങ്ങാനും ആവോ ദൈവമേ? അന്നമ്മച്ചെടുത്തി ഡാനിയൽ സാറാ. ഈശ്വര, ടൂറ് പോയ ആളല്ലേ? എന്നിട്ട് എങ്ങനെ? ഓ മോളെ, എവിടെയെങ്കിലും പോയി ഒളിച്ചോ? മുകളിലേക്ക് ചെല്ല്, അവിടെ എന്റെ മുറിയിൽ കയറിയിരിക്കും. ചെന്ന് വാതില് തുറക്കടി. എന്താടി വാതിൽ തുറക്കാൻ അത്ര താമസം? ഞാൻ അടുക്കളയിലായിരുന്നു. പോ. എന്തൊക്കെയാ ഭാര്യ വിശേഷങ്ങൾ? എനിക്കെന്ത് വിശേഷം? വിശേഷമൊക്കെ നിങ്ങൾക്കല്ലേ. നാളുകുറെ ആയല്ലോ ഇങ്ങോട്ടെത്തി നോക്കിയിട്ട്. ഇന്നെന്ത് പറ്റി? വഴി തെറ്റിപ്പോയോ? ഇങ്ങനെ ക്രൂരമായി സംസാരിക്കല്ലേ അന്നമ്മേ. ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നീ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽപ്പല്ലേ. അതെനിക്കറിയാം. അറിയാലോ, ആശ്വാസം. ഇനി മരിച്ചാ മതി. മരിക്കാനോ? അതിന് നിങ്ങൾക്ക് മരണമുണ്ടോ? ഈ ഭൂമി മുഴുവൻ സുഖങ്ങളുള്ളപ്പോ നിങ്ങൾക്ക് മരിക്കാനൊക്കുവോ? കുഴി വെട്ടി മൂടിയാലും നിങ്ങൾ എഴുന്നേറ്റ് വരും. നീ നല്ലപോലെ തമാശ പറയാനൊക്കെ പഠിച്ചല്ലോടി. മിടുക്കി. നടു മുതൽ കീഴോട്ട് തളർന്നു പോയെങ്കിൽ എന്താ, നാക്കിന് ഒരു തളർച്ചയില്ല. ഈ നാക്കിന്റെ ഗുണം കൊണ്ടാണല്ലോ നീ ഇത്രയും നല്ലൊരു പൊസിഷനിലെത്തിയത്. തീർന്നോ പരിഹാസം? ഈ നടുവും കാലും ഒക്കെ തളർത്തി ഈ പൊസിഷനിൽ എന്നെ ആക്കി തീർത്ത ആരാണെന്ന് അറിയാലോ അല്ലേ? അറിയാമടി, ഡാനിയൽ. ഈ ഡാനിയൽ ഡിസൂസ ജീവിതത്തിൽ ചെയ്ത പല നല്ല കാര്യങ്ങളിൽ ഒന്നാണിത്. അഹങ്കരിച്ചോ? പക്ഷെ ഇതിനൊന്നും മറുപടി കൊടുക്കാതെ ഇവിടുന്ന് പോകാമെന്ന് വിചാരിക്കണ്ട. ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എന്റെ മാത്രമല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ശാപമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതിന്റെയൊക്കെ ഫലം അനുഭവിക്കാതെ പറ്റുമോ? ആ, എനിക്കൊരു പ്രത്യേകതയുണ്ട് എൻ്റെ അമ്മ കൊച്ചെ. ശാപമേൽക്കില്ല. നിന്നെപ്പോലെ എനിക്ക് വാർദ്ധക്യവും വരില്ല. നീ നോക്ക്, ഒരു 35 വയസ്സിൽ കൂടുതൽ തോന്നുമോ? എന്താ കാരണം? ഐ ആം ഇൻ ദ കമ്പനി ഓഫ് യങ് സ്വീറ്റ് ഗേൾസ്. ചിരിക്കണ്ട. പാവം പെൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ട് നിന്ന് ചിരിക്കുന്നു. കണ്ണിച്ചോരയില്ലാത്ത മൃഗമാ നിങ്ങള്. ആയിരിക്കാം.
സ്വന്തം മക്കളുടെ പ്രായമുള്ള പെമ്പിള്ളേരെ കൊണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? അതിനെനിക്ക് മക്കളില്ലല്ലോ അന്നമ്മേ. നീ പ്രസവിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? എന്റെ കുഞ്ഞിനെ ഈ വയറ്റിലിട്ട് കൊന്നവൻ തന്നെ ഇത് ചോദിക്കണം. ഇനിയൊരു അക്ഷരം മിണ്ടിയ ഞാൻ മിണ്ടും. എന്നും കർത്താവിന്റെ മുമ്പിൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. എന്തിനാ പ്രാർത്ഥിക്കുന്നറിയോ? നിങ്ങളുടെ നാശം കാണാൻ. നീയൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല. നീയല്ല, നിന്റെ കർത്താവ് വിചാരിച്ചാലും ഈ ഡാനിയൽ ഡിസൂസയെ ഒരു പുല്ലും ചെയ്യാനൊക്കില്ല. മനസ്സിലായോടി? അന്നമ്മ ചേച്ചി, എന്താ പറ്റിയ? ഒന്നുമില്ല മോളെ, പേടിക്കണ്ട. എനിക്കൊന്നുമില്ല. ആലീസേ, എനിക്കൊന്ന് കിടക്കണം. യമനെ, നമുക്ക് പിന്നെ കാണാം. യമുന ഷൂട്ടിങ്ങിന് പോയോ? ഓ, പറഞ്ഞതുപോലെ ഷൂട്ടിങ്ങിന് പോയെങ്കിൽ നീ ഇവിടെ ഉണ്ടാവില്ല. മറന്നു. അപ്പൊ ഷൂട്ടിങ്ങിന് പോയിട്ടില്ല. നന്നായി. സാർ, എന്താ? യമുനമ്മ യമുനാമ ഇവിടെ ഇല്ല. ഇല്ലേ? പിന്നെ അവൾ എവിടെ പോയി? അത് പറയടോ, യമുന എവിടെ പോയി? ഷോപ്പിങ്ങിന്. താൻ കൂടെ പോയില്ലേ? ഇല്ല. യമുന എങ്ങോട്ട് തിരിഞ്ഞാലും കൂടെ താൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ, എന്നിട്ട് എന്തുകൊണ്ട് താൻ പോയില്ല? അത് എന്താടാ വിൽക്കുന്നത്? യമുനമ്മ പറഞ്ഞു. എന്തു പറഞ്ഞു? ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന്. നിനക്ക് ശമ്പളം തരുന്നത് ഞാനോ അതോ അവളോ? സാറാണ്. അപ്പോ ആര് പറഞ്ഞാ നീ കേൾക്കണം? സാറ് പറയണതാ ഞാൻ കേൾക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് കേട്ടില്ല? കഴുതേ. യമുന ഇപ്പൊ സ്റ്റാറാണ്. ഒറ്റയ്ക്ക് പുറത്തു പോയാൽ ജനം വളയും. അവൾക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതിനാണ് നിന്നോട് അവളുടെ കൂടെ പോവാൻ പറഞ്ഞത്. അറിയാമോ? അറിയാം സർ. പിന്നെ പോകാത്ത എന്താണ്? ശമ്പളവും അക്കോമഡേഷനും തന്ന് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നിന്റെ ഇഷ്ടം നടത്താനല്ല. മനസ്സിലായോ? യു ആർ ഔട്ട്. നിനക്ക് പോകാം. സാർ, ഇനി ഒരു സെക്കൻഡ് പോലും ഇവിടെ കണ്ടുപോകരുത്. ഔട്ട്. കടന്നു പോടാ.